ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നാസ റോക്കറ്റ് വിട്ടതിനെ പറ്റിയിട്ടോ ഓസോൺ പാളിക്ക് വിള്ളൽ വീണതിനെ പറ്റിയിട്ടോ അല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. സോ താല്പര്യമുള്ള ആളുകൾ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മഞ്ജു പത്രോസിന്റെ ഭർത്താവായിരുന്ന സുനിച്ചൻ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ മെയിൻ സ്ട്രീം വണ് ചാനലിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂവിനകത്ത് ഒരു അരമണിക്കൂറുള്ള ആ ഒരു ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ചില ആളുകൾ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ തന്നെ മഞ്ജു പത്രോസ് പുള്ളിക്കാരിനെ ബ്ലെയിം ചെയ്തുകൊണ്ടുള്ള കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ടല്ല, മുമ്പ് പല മഞ്ജു പത്രോസിന്റെ ഇന്റർവ്യൂസിനകത്താണെങ്കിൽ തന്നെ പല ആളുകൾ ഇങ്ങനെ പറയുകയും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവര് കുറെ കാലങ്ങളായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ്, ലീഗൽ ഡിവോഴ്സ് കാര്യങ്ങളൊന്നും ഇവരായിട്ടില്ല. അപ്പം ആ ഒരു ചാനലിനകത്ത് വന്നിരിക്കുന്ന കുറച്ച് കമന്റ്സ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം. പാവം സുനിച്ചൻ, മഞ്ജു ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ എന്ത് വിഷമമാണെങ്കിലും പരസ്പരം ക്ഷമിച്ച് നിങ്ങൾ മൂന്നുമായി ഒരുമിച്ച് ജീവിക്കൂ. ഞങ്ങൾ പ്രേക്ഷകരുടെ വലിയ ആഗ്രഹമാണ്. പ്രേക്ഷകർ പറയുന്നത് പ്രകാരം ഒരാൾക്ക് തൻ്റെ ജീവിതം ആ രീതിയിൽ നയിക്കാനെ കൊണ്ട് പറ്റില്ലല്ലോ. പിന്നെ ഇയാളൊരു പാവം, അവൾ പണം കിട്ടിയപ്പോൾ ഒരു അഹങ്കാരിയായി. നാലാൾ അറിയാൻ തുടങ്ങിയാൽ ഭർത്താവ് പോരെന്ന് തോന്നുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. നിർഭാഗ്യം എന്തെന്നാൽ കുറ്റം മുഴുവൻ പുരുഷന്റെ തടയിട്ടാണ് പോകുന്നത്. ഇപ്പം ഒരാൾ റിപ്ലൈ ഇട്ടിട്ടുണ്ട്, മാങ്ങാത്തുലി നല്ല അസൽ ടാങ്കാണ്, ഫുൾ ടൈം തണ്ണി, അതാണ് കാരണം. പുള്ളിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. മഞ്ജുവിന്റെ അഹങ്കാരം നമ്മൾ BB ഷോയിൽ കണ്ടതാണ്. അല്പം ഉയർച്ചയിൽ എത്തിയപ്പോൾ ഭർത്താവിനെ പിടിക്കുന്നില്ല, അത് തന്നെ കാര്യം. മഞ്ജു എന്ന് പറഞ്ഞിട്ട് ഇട്ടേക്കുന്ന അടുത്തൊരു കമന്റ് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ രീതിയിലാണ് ആൾക്കാർ കാര്യങ്ങളൊക്കെ പറഞ്ഞു പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരിയുടെ ലൈഫിൽ പുള്ളിക്കാരി സ്ട്രഗിൾ ചെയ്തേക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും അറിയാതെ ഈ അരമണിക്കൂറുള്ള ഇന്റർവ്യൂവിനകത്തുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രം കണ്ടുവച്ചിട്ട് പുള്ളിയാണെങ്കിൽ അങ്ങനെ മോശമായിട്ടൊന്നും പുള്ളിക്കാരിനെ പറ്റിയിട്ട് പറയുക കാര്യങ്ങളൊന്നും ചെയ്യില്ല. വളരെ റെസ്പെക്ട് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പുള്ളിയാണെങ്കിൽ അവിടെ സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് കാണുന്ന ആൾക്കാരുടനെ അങ്ങ് ഓടി ചെയ്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിലേക്ക് പറഞ്ഞാക്കാണ്. അപ്പൊ നമുക്ക് എന്താണ് ഇതിനകത്തിലെ കാര്യങ്ങൾ എന്നുള്ള സംഭവത്തായിട്ട് നമുക്ക് നോക്കാം. പുള്ളിക്കാരിയുടെ കല്യാണത്തിന് മുന്നേ തന്നെയുള്ള ജീവിതത്തിൽ പുള്ളിക്കാരി കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരിക്കുന്നത്. കല്യാണ ശേഷമാണ് പുള്ളിക്കാരുടെ ജീവിതത്തിൽ കുറെ നിർഭാഗ്യപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഈ സുനിച്ചൻ ഈ ഒരു വ്യക്തിയാണെങ്കിൽ ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു ലേഡി തന്റെ ജീവിതത്തിലോട്ട് കടന്നു വരികയും അങ്ങനെ ഇവരുടെ കല്യാണം കഴിക്കുകയും, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പുള്ളിക്കാരിയുടെ അമ്മ പേരൻസ് ഒക്കെ ആണെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്ന സ്വർണ്ണം വെച്ചാണ് പുള്ളിയുടെ കടങ്ങളൊക്കെ തീർക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും ആ ഒരു കടം മുഴുവനായിട്ട് തീർന്നിട്ടില്ല. അത്രത്തോളം കടബാധിതമായിട്ട് നിന്നേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്താണെങ്കിലും മുമ്പൊരിക്കൽ ഫ്ലവേഴ്സ് ഒരു കോടി എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് മഞ്ജു പത്രോസ് എന്ന് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം. കല്യാണം കഴിഞ്ഞ് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് പിന്നീട് ഭർത്താവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കടങ്ങൾ കാരണം പിന്നീട് വീട്ടിലൊരു ഹോളിംഗ് ബെൽ അടിക്കുമ്പോൾ പോലും കടക്കാരാണോ വന്ന് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു പേടി ഒരാൾക്ക് തോന്നുന്നു പറയുമ്പോഴത്തേക്കിന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക ഗൈസ്, എത്രത്തോളം ദുരിതപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും പുള്ളിക്കാരിക്ക് കല്യാണ ശേഷം കിട്ടിയിട്ടുണ്ടാവുക. എല്ലാവരും കല്യാണം കഴിക്കുന്നതൊക്കെ തന്നെയാണെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ജീവിതം പ്രതീക്ഷിച്ച് തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ ഈ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ, അതായത് വീട്ടിലെ ഹോളിംഗ് ബെൽ അടിക്കുമ്പോൾ അത് ഉള്ളിൽ പേടി ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാന്ന് പറയുമ്പോഴത്തേക്കിന് പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആൻഡ് പുള്ളി പിന്നീട് ചെയ്ത കാര്യത്തെ പറ്റിയിട്ട് ഇവർ പറയുന്നുണ്ട്. നമുക്ക് അതോടെ കേൾക്കാം. ഞാൻ കഴിച്ചയച്ച് എല്ലാ വർഷവും ഓരോ പവന്റെ സ്വർണ്ണം മേടിച്ചു വെക്കും. ഇവിടെ കല്യാണം കഴിപ്പിക്കണല്ലോ. അതുകൊണ്ട് തന്നെ ആശോട് ചെലവ് നടത്തും. ഞാൻ കഴിച്ചുണ്ടാക്കുന്ന ആശോട് ഒരു വർഷത്തിൽ ഓണഫണ്ട് കൊടുക്കും. ഓണഫണ്ട് കൂടി കിട്ടുന്ന ആശോണ്ട് ഒരു പവന്റെ സ്വർണ്ണം മേടിക്കും. അങ്ങനെ 14 പവൻ
എൻ്റെ പൊന്നു ബഡീസ്, ഒരാളുടെ ജീവിതത്തിൽ തൻ്റെ പേരൻസ് എല്ലാം കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കി ഉണ്ടാക്കിയേക്കുന്ന ആ സ്വർണ്ണങ്ങളെല്ലാം ഒരു മകൾക്ക് കൊടുത്ത് വിട്ടിട്ട് പിന്നീട് ആ വീട്ടിൽ ചെന്നിട്ട് തൻ്റെ ഭർത്താവിൻ്റെ കടം തീർക്കാൻ വേണ്ടി അത് കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് തൻ്റെ മകൾ ഇത് ആടെ ആഭരണങ്ങൾ അണിഞ്ഞ് കാണാമെന്ന് വിചാരിക്കുന്ന ഒരു പേരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കിന് അവർക്ക് എത്രത്തോളം പെയിൻഫുൾ ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. പിന്നെ പല ആളുകളും കല്യാണം കഴിക്കുന്നത് മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് പലരും കല്യാണം കഴിക്കുന്നത്. എന്തിനാണ് മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കുന്നത്? നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയല്ലേ. ഈ ചില ആൾക്കാരുണ്ട് 1 കോടി 1.5 കോടിയുടെ ഒക്കെ പൈസ മുടക്കി അല്ലെങ്കിൽ അതിൽ കൂടുതൽ വലിയ ക്യാഷ് ടീംസ് ഒക്കെ ആണെങ്കിൽ മറ്റേ മില്യണേഴ്സ് ഒക്കെ ആണെങ്കിൽ വലിയ ഭീമമായിട്ടുള്ള തുക മുടക്കിയിട്ട് കല്യാണമൊക്കെ നടത്തുന്ന കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. നമ്മളിവിടുത്തെ സാധാരണക്കാരാണ്, നമുക്ക് പറ്റുന്ന പോലെയുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്താൽ പോരെ. പലപ്പോഴും ഇപ്പം അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കുക, ഇപ്പം പുള്ളിയാണെങ്കിൽ കയ്യിൽ പൈസ കാര്യങ്ങളൊന്നും അത്രത്തോളം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഇങ്ങനെ ഒരു കല്യാണം കഴിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാതെ നമ്മൾ കല്യാണം കഴിക്കാനെ കൊണ്ട് പോകുമ്പോഴത്തേക്കിന് അതുവരെ ഉണ്ടായിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി വെച്ചിട്ട് ഉണ്ടായിരിക്കുന്ന കടവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളുടെ ബുദ്ധിമുട്ട് എന്തിനാണ് മറ്റൊരാളിലോട്ടൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്? നമ്മളൊന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ പിന്നീട് വന്നാൽ പോരാ. അല്ലെങ്കിൽ പിന്നെ ഓക്കെ, നമുക്ക് ഒരുമിച്ച് നമ്മുടെ കഷ്ടപ്പാടുകൾ നമുക്ക് പങ്കിടാം, നമുക്ക് അങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, അതൊരു പ്രണയമാണ്, സ്നേഹബന്ധമാണ്, ആ ഒരു രീതിയിൽ പറയാം. പക്ഷേ ഇവിടെ പുള്ളിക്കാരനെ പിന്നീട് ആ ഒരു വ്യക്തി തിരിച്ചു പോലും നോക്കിയിട്ടില്ലാത്തൊരു നിലയിലോട്ട് ചില കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. എന്നാണെങ്കിലും ഇതിനുശേഷം പുള്ളിക്കാരി അന്നൊരു ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് അതോടെ കേൾക്കാം. ഉണ്ടായ ഇമോഷണൽ രംഗത്തേക്കാൾ കൂടുതൽ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഓ തീർച്ചയായും. അപ്പം നമ്മൾ പറയും ജീവിതത്തിന് എല്ലാം തരം വേണം, അപ്സ് ആൻഡ് ഡൗൺസ് വേണം, നമുക്ക് എല്ലാത്തരം സുഖ ദുഃഖങ്ങളൊക്കെ വേണം, സന്തോഷം മാത്രമാണ് ജീവിതം എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. മനുഷ്യ ഒരു പിയോവിൽ എങ്ങനെയാണ് ജീവിതം എല്ലാം കൂടി വരുന്നതാണോ ജീവിതമായിട്ട് വിളിക്കാൻ? ജീവിതത്തിൽ എല്ലാം കൂടിയൊക്കെ വരും, പക്ഷേ ഇത്രയും അപ്പ് ആൻഡ് ഡൗൺസ് വേണ്ട. വല്ലാത്ത ഇറക്കമാണ്, വല്ലാത്ത ഇറക്കമാണ്. അവിടെ നിന്ന് പോരാനായിട്ട് എന്താ പറയാമോ, ഇത്ര ഇറക്കം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോപ്പ് നഷ്ടപ്പെട്ടു പോകും. ഏതെങ്കിലും പോയിന്റിൽ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടോ? എത്ര വട്ടം അയ്യോ, എനിക്കത് ആലോചിക്കാൻ പോലും ഇഷ്ടമല്ല. അത് ശരിക്കും ഇപ്പൊ കിട്ടുന്ന നമ്മുടെ പ്രൊഫഷനിൽ നിന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നതാണോ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ഇൻഡസ്ട്രിയിലൊന്നും എനിക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലേ. ഇൻഡസ്ട്രിയിലൊക്കെ അതാ ഞാൻ ഭാഗ്യമുള്ള ആളാണെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്പേസിൽ നിന്ന് എനിക്ക് തോന്നുന്ന മാസത്തിൽ 4-5 ദിവസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അത്രയും ദിവസം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യം, അയ്യോ അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്ക് അതായത് ഓർക്കാൻ ഇഷ്ടമല്ലാതെ ഓർക്കാതെ മറന്നുപോയ സാധനങ്ങളൊക്കെ ഉണ്ട്. ആരാണത് ഓർക്കാനെ കൊണ്ട് ആഗ്രഹിക്കുക? കാര്യം കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഭർത്താവിൻ്റെ കടം തീർക്കാൻ വേണ്ടിയിട്ട് അപ്പം പുള്ളിക്കാരി ആ 1 കോടി ആ ഒരു ഷോയ്ക്കകത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പുള്ളീനെ കാണുന്നില്ല. പുള്ളീനെ അന്നത്തെ ദിവസമാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് കാണാഞ്ഞിട്ട് രാത്രി 12 മണി അതൊക്കെ കഴിഞ്ഞ് പിന്നെ 1 മണി ആ ടൈം എന്തോ കഴിയുമ്പോഴാണ് പുള്ളി രാത്രി വീട്ടിലോട്ട് കയറി വരുന്നത്. അപ്പം വീട്ടുകാരുടെ അടുത്ത് ചോദിക്കുമ്പോഴേ പുള്ളി മറ്റേ പ്രോഗ്രാംസിനും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പം നോർമലി ഈ രീതിയിലൊക്കെ അല്ലേ വരുന്നത്, ആ ഒരു രീതിയിലൊക്കെ ഇരുന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ സമയത്ത് ഇത്രയും വൈകി വന്നേക്കുന്ന ഒരു ഭർത്താവിനായിട്ട് പുള്ളിക്കാരിക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നു. എന്നിട്ട് ഈ കടപ്രശ്നത്തിൻ്റെ കടക്കണിയുടെ ഈ ഒരു കാര്യങ്ങളാണ്, എന്നിട്ട് ആ പൈസ കൊടുക്കേണ്ടതായിട്ടിരുന്നു. അപ്പോൾ ആ ഒരു ദിവസത്തെ പറ്റിയിട്ട് ആർക്കാണ് പിന്നീട് അങ്ങനെ ഒരു ദിവസത്തെ പീരീഡിനെ ഓർക്കാൻ ആഗ്രഹിക്കുക അല്ലേ? അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഭയങ്കര സങ്കടകരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരിക്ക് കിട്ടിയ വർക്കുകൾ കൊണ്ടൊക്കെ തന്നെയാണ് പുള്ളിക്കാരി തന്റെ ജീവിതം പടുത്തുയർത്തിയിട്ടുള്ളത്. ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ വരാൻ പറ്റിയത് എന്നുള്ളതൊക്കെ സത്യമാണ് കേട്ടോ. പുള്ളി ഉണ്ടായിരുന്നുകൊണ്ടാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിനുശേഷം നമുക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ കഴിവ് വേണമല്ലോ. തീർച്ചയായും നമുക്ക് അഭിനയിക്കാൻ സാധിക്കണ്ടേ? അല്ലാതെ ഒരാളെ കണ്ടിട്ട് എന്നെ വിളിക്കണമെന്ന് ഇല്ലല്ലോ. എന്നെ വിളിച്ചാൽ അഭിനയിക്കും എന്നുള്ളവരല്ലേ എന്നെ അതിലേക്ക് തിരഞ്ഞെടുക്കുള്ളൂ. അപ്പോൾ വഴി തുറന്നു തന്നത് ഇതേപോലെ അദ്ദേഹവും കൂടി ആയിരിക്കാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പുള്ളി സമ്മതിച്ചത് കൊണ്ടല്ലേ വർക്കിനൊക്കെ പോകാൻ സാധിച്ചത്. അപ്പോൾ പുള്ളീനെ ഒരിടത്ത് മെൻഷൻ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. ഓഫ്കോഴ്സ് പുള്ളി സമ്മതിച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് സമ്മതിച്ചില്ല എങ്കിൽ വേറെ എന്ത് വഴി. ഇപ്പോൾ രമ്യയോട് ഞാൻ പറയുന്നു, രമ്യ പോവണ്ട, ഈ വർക്കിന് പോകണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ രമ്യക്ക് ജീവിക്കാനുള്ള മറ്റൊരു വഴി തുറന്നു കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ തരണം. അതെ അല്ലേ? അതല്ലാത്ത പക്ഷം എനിക്കത് പറയാനുള്ള അധികാരമില്ല. അപ്പം അത് എല്ലാവരുടെയും നീഡായിരുന്നു. ഞാൻ വർക്കിന് പോകുക എന്നുള്ളത് എൻ്റെ ഫാമിലിയുടെ നീഡായിരുന്നു. അത് ഒരാളോട് ചെയ്ത ഔദാര്യം. കമന്റ് ബോക്സിൽ ഇപ്പോഴും ആൾക്കാർ പറഞ്ഞ പുള്ളി ഉള്ളതുകൊണ്ടാണ്, പുള്ളി വിട്ടത് കൊണ്ടല്ലേ എന്നുള്ള രീതിയിൽ. ഇവിടെ പുള്ളിക്കാരി പോയില്ല എന്നുണ്ടെങ്കിൽ വീട് പട്ടിണിയാണ്. ഇത്രയും കടത്തിന്റെ മേളിൽ കടവായിട്ട് കിടക്കാണ്, വീട് പട്ടിണിയാണ്. അപ്പൊ പിന്നെ ആൾക്കാർ അത് പറയും ഇത് പറയുന്നു പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിക്ക് മാനത്തോട്ട് നോക്കി നിൽക്കാൻ പറ്റുമോ? പുള്ളിക്കാരി കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിതം ഇത്രയും പടുത്തുയർത്തി ഈ ഒരു രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഈ പലരും പറയുന്ന ഒരു സംഭവമാണ് അയാൾ വിട്ടത് കൊണ്ടല്ലേ എന്നുള്ള രീതിയിൽ, അയാൾ അനുവാദം തന്നുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്കിനെ ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നതിന് എന്തിനാണ് മറ്റൊരാൾ അനുവാദം കൊടുക്കുന്നത്? ഇപ്പം നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഭാര്യ ഭർത്തൃ ബന്ധമായിക്കോട്ടെ, നമ്മൾ ഈ ഭൂമി ഈ ഒരു പ്ലാനറ്റിൽ ജീവിക്കുന്ന സമയത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്, ഇഷ്ടമുള്ള ജോലിക്ക് പോകുന്നതിന്, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിന്, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതിന്, ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നതിന് എന്തിനാണ് മറ്റൊരാളുടെ അനുവാദം എന്തിനാണ്? പിന്നെ ഒരു റിലേഷൻഷിപ്പിലാവുന്ന സമയത്തേക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ ആ ഒരാളെയും കൂടെ ഡിപ്പെൻഡ് ചെയ്ത് പല ആളുകളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് തെറ്റാന്നുള്ളതല്ല പറയുന്നത്. പക്ഷേ
നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ പറയുമ്പോഴും അല്ലെങ്കിൽ അയാൾ അനുവാദം തന്നതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാവോ എന്നുള്ള അത്ര ചോദ്യങ്ങൾ ആവശ്യം. അത് ഓരോരുത്തരുടെ ചോയ്സാണ്, അവരുടെ ഇഷ്ടമാണ്. പല വിഷയങ്ങൾ വരുമ്പോഴത്തേക്കിനും ആൾക്കാർ പറയുന്നത് കൊണ്ടാണ് കേട്ടോ ഇതിങ്ങോട്ട് പിന്നെ എടുത്തു പറഞ്ഞത്. ഇനി എന്തായാലും സുനിശ്ചയം പുള്ളി ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യം കേൾക്കാം. ഇത്രയും നാളും എവിടെയായിരുന്നു, എന്തുകൊണ്ടാണ് ഇപ്പം നാട്ടിലോട്ട് വന്നിരുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് കേൾക്കാം. ദുബായിലായിരുന്നു ഞാൻ. എക്കോസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഒരു ടീമുണ്ട് എനിക്ക്. അപ്പോൾ അത് ഞാൻ 2016 സ്റ്റാർട്ട് ചെയ്ത് 2014 സ്റ്റാർട്ട് ചെയ്ത ശേഷം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ പ്രളയം വന്നു. അപ്പം നമ്മൾ പുതിയതായിട്ട് ഓർക്കസ്ട്ര സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. അപ്പം നമുക്കൊക്കെ പ്രോഗ്രാം കുറഞ്ഞ സമയത്ത് ദുബായിൽ ഷാർജയിലുള്ള നമ്മുടെ ഒരു കസിനും ഫ്രണ്ടുമായ ജസ്റ്റിൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി എന്നെ വിളിക്കുന്നു. അങ്ങനെ ഞാനൊരു വിസിറ്റ് മിസ്സൊക്കെ ഞാനിങ്ങനെ കയറി പോയതാണ്. നാട്ടിലായിരുന്നു 2016 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓണത്തിന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു പ്രളയമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം നമുക്ക് പ്രോഗ്രാം ഇല്ലതായി. അപ്പം മെയിൻ ആയിട്ടുള്ള ഓർക്കസ്ട്രക്കാർക്കൊക്കെ പരിപാടിയായപ്പോൾ ഞാനാകെ ടെൻഷനായിപ്പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ അവിടെ നിന്ന് വന്നു. അപ്പോൾ അവിടെ ഏതോ കമ്പോസറുകാരൻ എൻ്റെ ഇല്ല, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ 1-2 പരിപാടിക്ക് വായിക്കാൻ വേണ്ടി എന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. നമുക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, സാൻഡി ബിന്നിൽ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ നിന്ന്. അങ്ങനെയാണോ ദുബായിക്ക് പോകുന്നത്? അങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി അവിടെ പോയി നിന്ന് ഒരു 3 മാസം 3 മാസം വിസിറ്റ് മിസ്സായി. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം അത്യാവശ്യം നമുക്ക് പരിപാടിയൊക്കെ ആയി. അപ്പോൾ അവിടെ നല്ലൊരു കളവായി. ഇപ്പം നല്ല ഇവൻറ്റിൻ്റെ പരിപാടിക്കൊക്കെ നമ്മൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ നിന്നുപോയി. അവിടെ എന്തായിരുന്നു ജോലി? ഇത് തന്നെയായിരുന്നു മ്യൂസിക് ഫീൽഡ് കമ്പോസർ വായിക്കുന്നത്. ഞാൻ റിതം പാഡ്രം വായിക്കുന്നുണ്ട്, റിതം പ്രോഗ്രാമറാണ്. അങ്ങനെ അവിടെ നിന്നു. പല ആളുകളും ലൈഫിൽ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അത്രയും ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാർ ദയവ് ചെയ്തിട്ട് തൻ്റെ ലൈഫിലോട്ട് ഒരു പാർട്ട്ണറിനെ കൊണ്ടുവരാതിരിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ പുള്ളി ഇപ്പോൾ അവിടേക്ക് പോയി തൻ്റെ ലൈഫ് അവിടെ ദുബായിൽ നോക്കിയിട്ട് ആ ഒരു രീതിയിലൊക്കെ പുള്ളി പോവാണ്. പക്ഷേ തൊട്ടിപ്പുറത്ത് തൻ്റെ വൈഫ് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് തൻ്റെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടത്. പക്ഷേ അങ്ങോട്ടേക്ക് പിന്നീട് പുള്ളിയുടെ കാര്യം നോക്കിയിട്ട് ആ രീതിയിലങ്ങ് പോയി. അപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്താണ്, തനിക്ക് വേണ്ടിയിട്ട് ആ ഒരു രാത്രി തൻ്റെ കടക്കണിയൊക്കെ മനസ്സിലാക്കിയിട്ട് വന്ന് കയറിയേക്കുന്ന ആ ഒരു പെൺകുട്ടി, അന്നത്തെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരാൾ തൻ്റെ ഹസ്ബൻഡിനെ കടക്കണി കണ്ടിട്ടാണെങ്കിൽ സങ്കടം കണ്ടിട്ട് തൻ്റെ അച്ഛനും അമ്മയും ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നേക്കുന്ന ആ ഒരു സ്വർണ്ണം തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് അത് ഊരി കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിനെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ആ ഒരു വ്യക്തിയുടെ ഒരു കണ്ണുപോലും നിറയാതെ അത്രയും സങ്കടപ്പെടുത്താതെ മാക്സിമം ഹാപ്പി ആയിട്ട് ഒരു പ്രിൻസസിനെ പോലെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ കാര്യം അങ്ങനെ ഒരു മഹാമനസ്കത കാണിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ചെയ്യേണ്ടത്. പക്ഷേ പല ആളുകളും പലരുടെയും ജീവിതത്തിൽ അവർ സെൽഫിഷ് ആയതുകൊണ്ട് തന്നെ അവരുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ രണ്ടാമത് ഏതൊരു വ്യക്തിയാണെങ്കിലും വരുന്നത്. അപ്പം പുള്ളി അവിടെ പോയി പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പോയി. പക്ഷെ ഇപ്പുറത്തെ പുള്ളിക്കാരി ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ജീവിതത്തിൽ ആ കുഞ്ഞിനെ ഒക്കെ നോക്കിയിട്ടാണെങ്കിൽ അങ്ങനെ പോകേണ്ടുന്ന ഒരു കാര്യം വന്നു. പുള്ളിക്കാരി അവിടെ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ നിന്ന് അപ്പോൾ അങ്ങനെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിപ്പം ഇങ്ങനെ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നു. ഒരു ഹാർട്ടിൻ്റെ ഒരു 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് തിരിച്ചു വന്നു, നാട്ടിൽ വന്നു. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി. അപ്പോൾ വീണ്ടും നമ്മൾ എക്കോസ് ഒന്ന് പുതുക്കി തീരുമാനിച്ചു, വേറൊരു കുപ്പിലോട്ട് ഒഴിച്ച് നമ്മൾ പുതിയൊരു രീതിയിൽ അങ്ങ് ഇറക്കി. എത്ര നാളുണ്ടായിരുന്നു ദുബായിൽ? ഞാനൊരു 5-7 കൊല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഈ ബ്ലോക്ക് വന്നപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്. വർഷത്തിൽ അവിടേക്ക് വരുമായിരുന്നു നാട്ടിൽ. അപ്പോഴൊക്കെ എൻ്റെ ഒരു മനസ്സിൽ ഇതാണ് നമ്മുടെ ഇങ്ങനെ എക്കോസ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നാട്ടിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിച്ച് നിന്ന സമയത്തൊക്കെയാണ്. പിന്നെ അങ്ങനെ ഒരു പ്രോഗ്രാം പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്നൊരു ഭയങ്കര പെയിനൊക്കെ വന്ന് അങ്ങനെ അവിടെ നിന്ന് അപ്പം ഞാൻ ഡോക്ടറെ പോയി കണ്ടു, സംസാരിച്ച്. അപ്പം ബ്ലോക്കാണ്. അപ്പം ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നു. ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ആക്ച്വലി. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ജയപ്രകാശ് ഡോക്ടറെ കാണിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ. പിന്നെ ചില നമ്മുടെ ചുറ്റുപാടിലൊക്കെ തന്നെ കണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്, ഇത്രയും സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഭാര്യയുടെ മക്കളുടെയും കാര്യങ്ങളൊന്നും നോക്കൂല. ഇപ്പം ഭാര്യയുണ്ട്, മക്കളുണ്ട്, പേരിന് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്നിട്ട് തിരിച്ച് അവരുടെ കാര്യം നോക്കിയിട്ട് വിദേശത്ത് എവിടെയെങ്കിലൊക്കെ ജോലിക്ക് കാര്യങ്ങളൊക്കെ പോയിട്ട് അവരുടെ കാര്യം മാത്രമേ പിന്നീട് ഇങ്ങോട്ട് ഒരു തിരിഞ്ഞു നോട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവസാന സമയങ്ങളുണ്ടല്ലോ അവരുടെ ജീവിതത്തിൽ ഒരു ഡൗൺഫോളോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിന് അത്രയും ഈ പറയുന്ന എന്താ പറയുക ആ ഒരു വ്യക്തിന് അത്രയും ഒരു നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല, ചിലപ്പോൾ ഭയങ്കര ടോക്സിക് ആയിട്ട് അവരുടെ അടുത്ത് പെരുമാറിയേക്കുന്ന ആൾക്കാരായിരിക്കും. എന്നിട്ട് കൂടി ആ ഒരു അവസാന സമയങ്ങളിൽ അവർക്കൊരു വയ്യാഴിക ഒരു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞേക്കുന്ന തിരിഞ്ഞു നോക്കാതെ വിട്ടേക്കുന്ന ഈ വ്യക്തികളുണ്ടല്ലോ, ഈ പറയുന്ന ഭാര്യയായിരിക്കാം, കുഞ്ഞുങ്ങളായിരിക്കാം, ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ ആ അവസാന സമയങ്ങളിൽ ഇവരെ നോക്കാനൊക്കെ ഉണ്ട്. അപ്പം തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് ആളുകൾ അങ്ങനെ പോകുമ്പോഴത്തേക്കിന് ഈ പോയേക്കുന്നിടത്തെ സന്തോഷം തന്നേക്കുന്ന ഒരു കാര്യങ്ങളും നമുക്കൊരു ഡൗൺഫാൾ വരുന്ന സമയത്തേക്ക് നമ്മളെ ഒന്ന് പിടിച്ചു നിർത്താനെ കൊണ്ട് ഒരാൾ, അല്ലെങ്കിൽ നമുക്കൊരു നേരത്തെ വെള്ളം തരാൻ പോലും ഒരാളും ഉണ്ടായി വരത്തില്ല. ഈ കാണുന്ന ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പുള്ളി അങ്ങനെ വലിയൊരു മഹാക്രൂരനായിരുന്നെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലോട്ടെ ഞാൻ പറഞ്ഞു. ഞാൻ പൊതുവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു, ചുറ്റുപാടും പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഞാനൊരു ഇവിടെ 2018 നവംബറിലാണ് ഞാനിവിടെ ദുബായിക്ക് പോകുന്നത്. അന്ന് മുതൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ഏറ്റവും വലിയൊരു സ്വപ്നമാണ് നല്ലൊരു ഓർക്കസ്ട്ര.
അത് നല്ലൊരു നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കുറേ പാട്ടുകൾ പാടുന്ന നല്ലൊരു ഓർക്കസ്ട്രയും നല്ല കുറേ പാട്ടുകാരും അതെൻ്റെ ഒരു ഭയങ്കര സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും ഞാൻ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ ഒരു ഓർക്കസ്ട്ര കൊടുക്കുക എന്നുള്ള നല്ലൊരു പാട്ട്. നമ്മൾ എത്രയോ ട്രൂപ്പുകൾ പോയി വായിച്ചേക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എത്രയോ ട്രൂപ്പിനോട് നമ്മൾ സഹകരിച്ചേക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പറയുന്ന പാട്ടുകൾ അവർ പാടത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റും അല്ല അങ്ങനെയുള്ള അവരുടെ ടീമുകളൊന്നും അവർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. നമുക്ക് 90s-ലെ 80s-ലെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ജീവനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ടുകൾ പാടുന്ന ഒരു ഓർക്കസ്ട്ര ഉണ്ടാക്കണമെന്ന് എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പോൾ എല്ലാവരും കറക്റ്റ് ടൈമിന് എല്ലാവരും ഒത്തുകൂടി ഞങ്ങൾ ടീം സെറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് കഴിഞ്ഞ ജൂലൈ 1-ം തീയതി നമ്മുടെ ചിറ്റിപ്പുഴ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് കിട്ടി. അത് ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്തു. അതിൻ്റെ വീഡിയോ ഒക്കെയാണ് ഞാനിപ്പം അതിൻ്റെ പുറത്ത് പോയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബൈറ്റ് ഞാനിവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരു ബൈറ്റ് ഇട്ടതാണ്. അതാണ് ജനങ്ങൾ എല്ലാവരും 1 മില്യന് മേളിലായി അത്. പുള്ളി ഇതിനകത്ത് ആ ഒരു ഓർക്കസ്ട്രയുടെ കാര്യങ്ങൾ ഇങ്ങനെ ഉടനെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ആൾക്കാരിലോട്ട് മെയിനായിട്ട് എത്തിക്കാൻ വേണ്ടിയൊക്കെ തന്നെയാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടൊക്കെ പുള്ളി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തിൽ വേറൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ഫീൽഡിലോട്ട് വന്നിട്ട് ഇതിൻ്റെ ഒരു രുചി പറ്റി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ തിരിച്ചു വരാൻ ഭയങ്കര പാടായിരിക്കും. മീൻസ് നമ്മളിത് ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു രുചി പറ്റി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ലൈഫിലോട്ട് തിരിച്ചു വരാനെ കൊണ്ട് ഭയങ്കര പാടായിരിക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രോഗ്രാംസിന് കാര്യങ്ങളൊക്കെ പോകുന്നു, നമുക്ക് ആരാധകരുണ്ടാവുന്നു, അങ്ങനത്തെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു. പക്ഷേ പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ? കാര്യം എന്ന് വെച്ചാൽ ഇപ്പം സീസൺ എന്ന് പറയുന്നത് എല്ലാ മാസവും സീസൺ അല്ല. ഒരു വർഷത്തിൽ ഒരു 5-6 മാസമൊക്കെ ആയിരിക്കും സീസൺ ഉണ്ടാവുക. ആ സമയത്ത് മാത്രമേ ഉള്ളൂ ഇവർക്ക് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അന്നേരം കിട്ടുന്ന പൈസ കൊണ്ട് വേണം ബാക്കിയുള്ള മാസങ്ങളിലും ജീവിച്ച് പോകാനൊക്കെ ഉണ്ട്. ആ സമയത്തേക്ക് നമ്മൾ ഏതെങ്കിലും കടവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് നമുക്ക് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ അത്രയും വാങ്ങാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ ആ സമയങ്ങളിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്വന്തം ലൈഫിലൊന്ന് സെറ്റാക്കി കൊണ്ടുപോകുക എന്നുള്ള രീതിയിലല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു രുചി കിട്ടി കഴിയുമ്പോഴത്തേക്കിനും പിന്നെ ആ രുചി തന്നെ വേണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന പല ആൾക്കാരുണ്ട്. അങ്ങനെ ജീവിതത്തിൽ വലിയ പടുകുഴിയിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ട്, എന്നാൽ ഇപ്പോഴും അതേ സ്ട്രഗ്ലിംഗ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, എന്നാൽ അവിടുന്ന് മെച്ചപ്പെട്ട് വലിയ നിലകളിലോട്ട് എത്തിയേക്കുന്ന ആൾക്കാരുമുണ്ട്. പിന്നെ ഇതിനകത്തൊരു വ്യത്യാസം ഈ പറയുന്ന TV പ്രോഗ്രാംസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ആൾക്കാർക്കാണ്. കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് TV പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കിന് TV പ്രോഗ്രാംസ് അല്ല എല്ലാ ദിവസവും എപ്പിസോഡ് പോകുന്ന പ്രോഗ്രാംസ് ആകുമ്പോഴത്തേക്കിന് അന്നേരം ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷത്തിൽ എല്ലാ മാസം ആ പ്രോഗ്രാം ഉള്ളടം വരെ അവർക്ക് സീസൺ തന്നെയായിരിക്കും. പക്ഷെ അല്ലാതെ ഈ സ്റ്റേജ് ആർട്ടിസ്റ്റുകളായിട്ട് ബാക്കി പെർഫോമൻസ് മീൻസ് അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ പോകുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര പ്രയാസമായിരിക്കും. സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പം എനിക്ക് തോന്നുന്നു പുള്ളിക്കാണെങ്കിലും ഇത് തന്നെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ഈ പ്രോഗ്രാംസിൻ്റെ പുറകെയൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്നു, ഇത് സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൈസയൊന്നും ഇല്ലാതെ ആ ഒരു അവസ്ഥയിലൊക്കെ പോയിട്ട് പിന്നെ അങ്ങനെ വല്ലതും വാങ്ങിച്ചിട്ടുള്ളതൊക്കെ ആയിരിക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയത്തില്ല. ചോദിക്കാനുള്ള ചോദ്യം അതായിരുന്നു, എന്താണ് നിങ്ങൾ വേർപിരിഞ്ഞോ? ഇല്ല, ഞങ്ങൾ ഇതുവരെ ഡൈവോഴ്സ് ആയിട്ടില്ല. ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല. അത് പുള്ളിക്കാരി മുമ്പ് ഇന്റർനെറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇവർ ലീഗലി ഡിവോഴ്സ്ഡ് അല്ല, പക്ഷെ കുറെ കാലങ്ങളായിട്ട് ഇവർ പിരിഞ്ഞ് തന്നെയാണ് താമസിക്കുന്നത്. അതുപോലെ ചേട്ടാ, പിന്നെ ചേട്ടൻ്റെ ലൈഫിൽ ഇപ്പം ഇത്രയും ജീവിതാനുഭവങ്ങളുടെ ഇടയിൽ പഠിച്ചൊരു പാഠം എന്തായിരിക്കും? ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠം? അതെല്ലാവരും പറയുന്നതല്ലേ. ഇപ്പം നമ്മളെല്ലാവരും പറയുന്ന പാഠം എന്നാ, ആരെയും വിശ്വസിക്കരുതെന്ന് എല്ലാവരും പറഞ്ഞൊരു പാഠമല്ലേ. ഞാനായിട്ട് ഞാൻ തന്നെ മുടക്കാന്ന്. അതന്നെയാണോ? അതല്ല, എന്ത് പാഠമാണ് ഞാൻ പറയുന്നത്? അതിന് മാത്രം പറയാൻ മാത്രമുള്ളൊരു സംഭവമൊന്നും എനിക്കില്ല. ഈ ശരിക്കും സത്യമുള്ള കാര്യമാണോ ആരെയും വിശ്വസിക്കരുത്, അമിതമായി ആരെയും വിശ്വസിക്കരുത് എന്നുള്ളത്? ചേട്ടനത് ലൈഫിൽ എത്രത്തോളം ഇതായിട്ടുണ്ട്? വിശ്വസിക്കുന്ന കാര്യത്തിലൊന്നും അല്ലെന്നേ. നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നു, അവർ നമ്മളെ വിശ്വസിക്കുന്നത് നമുക്ക് വിശ്വാസമാണ്. അതാണല്ലോ മെയിൻ. അതെ അതെ, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഓക്കെയാണ്. തിരിച്ചും അത് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്നും അറിയണ്ടേ, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വലിയ മോട്ടിവേഷൻ ഒന്നും അല്ലല്ലോ കൊടുക്കുന്നത്. ഈ വിശ്വാസത്തിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേക്കിന് എന്തൊരു കാര്യത്തിനാണെങ്കിലും ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നൊരു മീൻസ് അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു, ഇവർക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പം വെള്ളത്തിൽ മുങ്ങി ചാവാൻ കിടക്കുന്ന ഒരാൾ ഒരു ഇത്ര ടൈം കഴിഞ്ഞാൽ ശ്വാസം മുട്ടി ആ വ്യക്തി മരിച്ചു പോകും. അതിന് മുന്നേ അയാളെ രക്ഷിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പം ഇന്നൊരാളെ രക്ഷിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ വിശ്വസിച്ചിട്ടിരിക്കുകയാണ്. ആ വാര് വന്ന് നമ്മളെ രക്ഷിക്കുന്ന പറഞ്ഞ വിശ്വാസം കൊണ്ട് വെള്ളത്തിൽ കിടക്കുന്ന ഒരാളാണ്. ആ സമയത്തേക്കിന് ആൾ വരുന്നില്ല, അവിടുന്ന് ദൂരത്തോ നോക്കിക്കുക, പുള്ളി വേറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഒരു മൊമെന്റ് എത്തുന്ന സമയത്തേക്ക് നമ്മൾ ചത്തു എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നു. ആ സമയത്തേക്കിന് നമ്മൾ എങ്ങനെയൊക്കെയോ അവിടുന്ന് നീന്തി കയറാനെ കൊണ്ട് ആ സമയത്ത് നീന്തൽ അറിയാത്ത ഒരാൾ എന്തൊക്കെയോ കൈയൊക്കെ ഇട്ട് അടിച്ചിട്ട് കടലോട്ട് എത്തുന്നു, എന്തെങ്കിലും വള്ളിയിലോ കമ്പയിലോ പിടിച്ചിട്ട് നേരെ പെട്ടെന്ന് കയറുന്നു. അങ്ങനെ രക്ഷപ്പെട്ട് നോക്കുമ്പോഴത്തേക്കിന് ഈ ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുകയാണ്, തൻ്റെ കാര്യം നോക്കി നിൽക്കുകയാണ്. ആ സമയത്തേക്ക് ആൾക്കാർ പറയാമായിരുന്നു, നിനക്ക് അയാൾ അനുവാദം തന്നതുകൊണ്ടല്ലേ നീ ഇപ്പം കയറി വന്നത് എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുമ്പോഴത്തേക്കിന് ഈ വ്യക്തിക്ക് എന്തോ ഒരു ഇതായിരിക്കും ഉണ്ടാവുക, എന്തോരം ഹേർട്ട് ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ അയാളെ ട്രസ്റ്റ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ.
അപ്പം ഈ ഒരു ഇന്റർവ്യൂവിനകത്തൊക്കെ ആണെങ്കിൽ കമന്റ് ബോക്സിൽ ആൾക്കാർ അല്ലെങ്കിൽ മറ്റു പല ഇതിന്റെ കുറെ ക്ലിപ്സ് ഒക്കെ വന്നതിനകത്തൊക്കെ തന്നെയാണെങ്കിൽ മഞ്ജു പത്രോസ് പുള്ളിക്കാരിനെ ആണെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള പുള്ളിക്കാരിനെ ബ്ലെയിം ചെയ്ത് പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. സോ മനസ്സിലാക്കേണ്ടത് രണ്ടുപേരുടെ ജീവിതത്തിൽ അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ സംഭവിച്ചു. പുള്ളിക്കാരിയാണെങ്കിലും പറയാതെ പറഞ്ഞു പോയിരിക്കുന്ന കുറച്ച് സാധനങ്ങളായിരുന്നു ഇന്റർവ്യൂസിനകത്ത് കാര്യങ്ങളൊക്കെ. ഇപ്പോഴും ആ ഒരു റെസ്പെക്ട് പുള്ളി ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ ജോലിക്കൊന്നും പിന്നീട് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടിണിയാണ് അല്ലേ? അത് പുള്ളിക്കാരിയുടെ ഒരു റിയാലിറ്റിയാണ്. പുള്ളിക്കാരി നിസ്സഹായ അവസ്ഥയാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോഴും ആ ഒരു വ്യക്തിക്കും ആ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ ഒരു ഇന്റർവ്യൂവിനാണെങ്കിലും പുള്ളിക്കാരിക്ക് അവർ റെസ്പെക്ട് കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ വന്നിട്ട് കണ്ടോ മഞ്ജു പത്രോസ് അവൾ അങ്ങനെയാണ്, എന്നിട്ട് ഓരോന്ന് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വൾഗർ കമന്റ്സ് കാര്യങ്ങൾ കണ്ടല്ലോ. ഈ രീതിയിലാണ് കുറെ എണ്ണങ്ങൾ പറയുന്നത്. എന്താണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പം ശരി, ബൈ.